ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുബിത, സൈക്കോളജിസ്റ്റ്. ഇന്ന് സൈക്കോളജിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് അല്ലാട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് ഒരു പ്രത്യേക ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നൊരു വിഷയമാണ്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് ചുറ്റും കേൾക്കുന്ന ഇവൻ പറയുന്ന നമ്മൾക്ക് പോലും ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ എനിക്കില്ല, പ്രഗ്നൻസി സമയത്തുണ്ടായിരുന്നു. എന്താ വിഷയം എന്ന് വെച്ച് പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. ഇതിനെങ്ങനെ നമ്മൾക്ക് ഒരു ചെറിയൊരു കൂട്ട് കഷായത്തിലൂടെ മാറ്റിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിന് പ്രൂഫ് സഹിതമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ പ്രൂഫിനായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ കാണിച്ചിരുന്നത് എൻ്റെ അമ്മയാട്ടോ. കാരണം അത് പറയാനുള്ള കാരണം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വർഷം മുൻപ് ഇതുപോലെ ഷുഗർ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് പെട്ടെന്നൊരു ക്ഷീണവും കാര്യങ്ങളും വന്നപ്പോൾ ഷുഗർ നോക്കിയപ്പോൾ അതുവരെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊന്നുമില്ല. അമ്മ ഒരു LIC ഏജൻറ്റാണ്. അപ്പോൾ നടന്നിട്ടാണ് പോവുക. അപ്പോൾ അത് കാരണം ഇപ്പോൾ സ്കൂട്ടിയല്ല അവിടുത്തെ. ഇപ്പോൾ സ്കൂട്ടിയിൽ പോകുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഷുഗർ കണ്ടു തുടങ്ങിയത് തോന്നുന്നു. കാരണം ഫിസിക്കലി ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ അന്നേരം നോക്കിയപ്പോൾ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് നോക്കിയപ്പോൾ ഒരു 2 വർഷം മുൻപാട്ടോ. അപ്പോൾ അന്നേരം നോക്കിയപ്പോൾ ആൾക്ക് നോക്കുന്നു, ഗ്ലൂക്കോമീറ്ററിൽ റീഡിങ് കാണിക്കുന്നില്ല. കാരണം റീഡിങ് ഇല്ല, കാരണം അത്രയും ഹൈ ഷുഗറാണ് കാണിക്കുന്നത്. അപ്പോൾ ഡൗട്ട് അടിച്ചിട്ട് നമ്മൾ എഗെയിൻ ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ 500 വരത്തേക്ക് ഷുഗർ. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അറിയാലോ, കിഡ്നിയെ ബാധിക്കും, നമ്മുടെ കണ്ണിനെ ബാധിക്കും, വെയിനിൽ പ്രോബ്ലങ്ങൾ വരും. വെയിനിൽ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. കണ്ണിൻ്റെ പവർ പോവും, കാര്യങ്ങൾ എന്തോ ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അതിൻ്റെ റീസൺ ആളിങ്ങനെ ടയേർഡായപ്പോൾ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഹൈ ഷുഗർ കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഒരു തുണ്ട് ഒരു പൊടിക്ക് ഇത്തിരി പഞ്ചസാര വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. കാരണം അന്നേരം ഞങ്ങൾ റീഡിങ് ഇന്ന് നോക്കാത്തത് കൊണ്ട് ഷുഗർ ലോ ഷുഗർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാട്ടോ ചെയ്തത്. പക്ഷെ എന്തോ ഒന്നും സംഭവിച്ചില്ല. ദെൻ ഡോക്ടർ നിർബന്ധിച്ചു ഡെഫിനറ്റ്ലി മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഹോമിയോ കൊടുത്തു. ഇതെല്ലാം ജെന്യൂനായിട്ട് പറയുന്ന കേട്ടോ. ഹോമിയോ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഹോമിയോയിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അന്നേരം ഹോമിയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്ന് കഴിച്ചു. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് കുറയാൻ പറ്റിയില്ല. അതായത് ഷുഗറിൻ്റെ ലെവൽ കുറയുന്നില്ല. അപ്പോൾ ലാബിൽ അവർ പറഞ്ഞു, ചേച്ചി നിങ്ങൾ തൽക്കാലത്തേക്ക് അലോപ്പതിയിലേക്ക് പോകും, കൺട്രോൾ ചെയ്തതിന് ശേഷം ഹോമിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനെല്ലാം പറഞ്ഞ കാരണം അമ്മ തന്നെ തനിയെ പോയി ഇതെല്ലാം ചെയ്ത് ഷുഗറെല്ലാം നോർമലായി. പക്ഷേ ആൾക്ക് അലോപ്പതി മരുന്ന്, മീൻസ് എൻ്റെ അമ്മയ്ക്ക് അലോപ്പതി മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമേ അല്ല. ഈ പറയുന്നത് എനിക്കായാലും കേട്ടോ. പക്ഷേ പ്രഗ്നൻസിക്ക് ഒത്തിരി ഞാൻ മരുന്ന് കഴിച്ചു. അതാണ് എനിക്കൊരു വിഷമം. ഓക്കെ, ഇനി മാക്സിമം ഞാൻ ഇതൊന്നും മരുന്നൊന്നും കഴിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആൾ മരുന്നൊക്കെ കഴിച്ച് കൺട്രോളായി. അതിനുശേഷം കൺട്രോളായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഇനി പതിയെ ഡോസ് കുറയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആളുടെ മനസ്സിൽ ഈ മരുന്നിനോട് അലർജി താല്പര്യമില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു ആളത് മെല്ലെ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. എക്സസൈസ് എല്ലാം തുടങ്ങി. പിന്നെ നോക്കുമ്പോഴെല്ലാം നോർമലാട്ടോ. അതിനുശേഷമാണ് ഈ റിസൾട്ടിൽ ആൾക്ക് ഇതുപോലെ അസ്വസ്ഥത വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ 351, യെസ്, അങ്ങനെയോളം ഞാൻ റിപ്പോർട്ട് കാണിച്ചു തരാം കേട്ടോ. ആ 351 റിസൾട്ടിൽ കണ്ടത്. അപ്പോൾ വീണ്ടും ആൾക്ക് ഷുഗർ കയറിയ പ്രശ്നങ്ങളായി. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു, എനിക്ക് അലോപ്പതി മരുന്നിനോട് താല്പര്യമില്ല, ഞാൻ വേണേൽ ഹോമിയോ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഹോമിയോ നമ്മൾ പറഞ്ഞില്ലേ, ഹോമിയോ എല്ലാ മെഡിസിൻസും നല്ലതാണ്. പക്ഷേ കുറച്ച് പതിയെ റിസൾട്ട് വരത്തുള്ളൂ ഹോമിയോയിൽ. പക്ഷേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ് ബെറ്റർ കേട്ടോ. ഞാൻ ഏത് മെഡിസിനെയും കുറ്റം പറയുന്നില്ല, എല്ലാം ബെറ്ററാണ്. അലോപ്പതി ആകുമ്പോൾ സഡൻ റിസൾട്ട് കിട്ടും, ഹോമിയോ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ ഇവിടെ അമ്മയ്ക്ക് താല്പര്യമില്ലാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് പറഞ്ഞാൽ മെഡിസിൻസ് കഴിക്കാനൊരു ഇഷ്ടക്കുറവ്, അതിൻ്റെ ഡ്രോബാക്കും കാര്യങ്ങളും അറിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഏതൊരു മരുന്നിനും അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ ഈ മരുന്ന് എനിക്ക് വേണ്ട, മറ്റെന്തെങ്കിലും അറിയാവുന്ന. അപ്പോഴാണ് ഞാൻ ചെറുതായിട്ട് ഒറ്റമൂലി കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് അറിയാം. അതിൻ്റെ കുറച്ചൊക്കെ റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ റിസർച്ച് പറഞ്ഞാൽ PhD അല്ല കേട്ടോ. അല്ലാത്ത രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു കഷായക്കൂട്ട് റെഡിയാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുത്തു. സൂപ്പറായിട്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് കണ്ടത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ 351
സഡനായിട്ട് സെക്കൻഡ് ഡേയ്സിൽ നോക്കുമ്പോൾ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഒരു 2-3 ഡേയ്സ് ഗ്ലൂക്കോമീറ്ററിൽ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ 200 സംതിങ് നോക്കി. ഞാൻ റിപ്പോർട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കറക്റ്റ് സംഭവം മറന്നേ എത്രയാണ് വന്നേക്കുന്നത്. 200 സംതിങ്ങാണ് തോന്നുന്നു, അത്രത്തേക്ക് വ്യത്യാസം വന്നു. അതിനുശേഷം എഗെയിൻ സെക്കൻഡ് ഡേയ്സും ഇതേ കഷായക്കൂട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെയുണ്ട് 150 സംതിങ് ആയിട്ട് കുറഞ്ഞതായിട്ടാണ് കണ്ടത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അവിടെ ഈ കഷായക്കൂട്ട് കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അതിലുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം നമ്മുടെ ഷുഗറിനെയും പ്രഷറിനെയും കൊളസ്ട്രോളിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കഴിച്ച ആൾക്കിപ്പോൾ ഷുഗറൊന്നുമില്ല കേട്ടോ, ഷുഗറൊക്കെ നോർമലാണ്. ഇപ്പോൾ 2 ഡേയ്സ് മുമ്പ് ഷുഗർ ടെസ്റ്റ് ചെയ്തു. ജസ്റ്റ് എന്താണ് വ്യത്യാസം, അതായത് ഗ്ലൂക്കോമീറ്ററിൽ നിന്നും എന്തെങ്കിലും വേരിയേഷൻ ലാബ് ടെസ്റ്റിൽ ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. ഈസ് നോർമൽ, ഒന്നിലും ഷുഗറൊന്നുമില്ല. ഇപ്പോൾ ആൾ നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം വന്നത്, പണ്ട് ഒത്തിരി ചോറ് കഴിക്കായിരുന്നു. ഞാൻ ചീത്ത പറഞ്ഞാലും വഴക്ക് പറയും ഞാൻ ഇത്ര റൈസ് കഴിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ വഴക്കെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഒന്ന് ഒതുങ്ങി, ഇപ്പോൾ ഫുഡെല്ലാം ഒരു കൺട്രോളിൽ വരുന്നത്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഷുഗർ പേഷ്യൻസ് ആയാലും ഫുഡെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ചിലത് ഷുഗർ കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഈ കഷായക്കൂട്ടും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞില്ല, PCODൻ്റെ സമയത്തായാലും ഇൻഫെർട്ടിലിറ്റീൻ്റെ സമയത്തായാലും അതിനെല്ലാം നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് അനാവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ, പഞ്ചസാര സംഭവങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു. അതും കൂടെ ചെയ്യണം കേട്ടോ. അല്ലാതെ വെറും ഡെയിലി കാലത്തും വൈകുന്നേരവും എല്ലാം ഒരു ഗ്ലാസ് ചായയിൽ നന്നായി പഞ്ചസാര ഇട്ട് കുടിച്ചിട്ട് ഈ കഷായം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പഞ്ചസാര ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള കപ്പ, ചേമ്പ്, ചേന, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഒഴിവാക്കി ഈ പറയുന്ന കഷായക്കൂട്ടും കഴിച്ച് ചെറുതായിട്ടൊന്ന് എക്സസൈസ് ചെയ്യുക. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ എക്സസൈസ് പറഞ്ഞാൽ പലവർക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉണ്ട്. പക്ഷേ ഭയങ്കര ലേസി ആട്ടോ, ഒന്നും അതായത് ഈ കഷായം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൽ നിയന്ത്രിക്കണം, ചെറുതായിട്ടൊന്ന് എക്സസൈസൊക്കെ ചെയ്യണം. പക്ഷേ അതെല്ലാം മടിയായതുകൊണ്ട് എളുപ്പപ്പണികളാണ് നോക്കുക. ഇൻസുലിൻ ഇൻജക്റ്റ് ചെയ്യുക, ഷുഗറിനെ നോർമലാക്കുക. പക്ഷേ അതൊക്കെ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു 3 വർഷം മുമ്പ് ആൾക്ക് കാലിൽ ഷുഗറിൻ്റെ ലെവൽ കൂടിയിട്ട് കാലിൽ പഴുപ്പെല്ലാം വന്ന് അവിടെ സർജറി എല്ലാം ചെയ്ത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഷുഗർ കൂടിയിട്ട് ഏറ്റവും വേസ്റ്റായിട്ടുള്ളൊരു അസുഖമാണ് ഷുഗർ. അതിൻ്റെ പറയാനുള്ള റീസൺസ് പറഞ്ഞാൽ, അപ്പോൾ പ്രഷറൊക്കെ ഒന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു സൈഡ് പാരാലിസിസ് ആവും, അല്ലെങ്കിൽ സ്ട്രോക്ക് വരും, പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ പോവും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അതായത് അവിടെ ആർക്കും, അതായത് പാരാലിസിസ് ഒരു സൈഡ് തളർന്ന് കിടന്നു കഴിഞ്ഞാലേ ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു. പക്ഷേ ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മളെ വെറുപ്പിച്ച് കൊല്ലുക എന്ന് പറയുന്നൊരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കണ്ണിനെ ബാധിക്കുക. കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മരുന്ന് എടുക്കാനെങ്കിൽ നമുക്ക് കണ്ണ് കാണണം അല്ലേ. അപ്പോൾ അതിനെയാണ് ആദ്യമൊക്കെ ബാധിക്കുന്നത്. കണ്ണിനെ ബാധിക്കും, ദെൻ കിഡ്നിയെ ബാധിക്കും. ഇപ്പോൾ ജെൻസിനാണെങ്കിൽ സെക്ഷലി റിലേറ്റഡ് ആയിട്ട്, അതായത് സെക്സിന് ബുദ്ധിമുട്ടുന്ന രീതിയിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു ഷുഗർ കാരണമാകുന്നുണ്ട്. അത് മാത്രമല്ല വെയിനെ ബാധിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ അച്ഛനുണ്ടായത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കാല് മൊത്തം ഈ കുറച്ചൊന്നും എന്തെങ്കിലും അതിലുള്ളത് കഴിച്ച് കഴിഞ്ഞാൽ കാലങ്ങോട്ട് വന്ന് വീങ്ങും. പിന്നെ വീണ്ടും മരുന്ന് കൊടുത്ത് ഒന്ന് നോർമലാക്കി. ഇതൊക്കെയാണ് കുറേ വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അമ്മ തിരിച്ച് ഓപ്പോസിറ്റാണ്. ഇതുപോലുള്ള മടിയും കാര്യങ്ങളൊന്നുമില്ല. ഷീസ് മോർ ടേക്ക് എഫേർട്ട് ഫോർ റെഡ്യൂസ് ദെയർ ഷുഗർ. അങ്ങനെയാണ് ആളുടെ ഒരു നേച്ചർ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. പക്ഷേ പ്രഷറും കൊളസ്ട്രോളും അപകടകാരിയാണ്, അല്ലാന്നല്ല. പക്ഷേ ഇതിത്രയും നമ്മളെ ഇതുപോലെയെല്ലാം ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഷുഗർ വരാനുള്ള കാരണം എല്ലാവർക്കും അറിയാവുമെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതുപോലുള്ള ഷുഗർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ അതും ഒരു റീസണാണ്. അത് മാത്രമല്ല, നമ്മുടെ പാൻക്രിയാസ് സെക്രേറ്റ് ചെയ്യുന്ന ഇൻസുലിൻ്റെ ലെവലിലുണ്ടാവുന്ന വ്യത്യാസം, അതായത് ലെസ്സായിട്ട് സെക്രേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അതിൻ്റെ ബ്ലഡിൽ കലർന്ന ഗ്ലൂക്കോസിനെ
ഇല്ലാതാക്കാൻ പറ്റാത്ത രീതിയിൽ പാൻക്രിയാസ് പ്രോബ്ലത്തിലേക്ക് പോകും. പാൻക്രിയാസിൻ്റെ അവസ്ഥ മോശമായി വരുന്ന ആ ഒരു അവസ്ഥയാണ് പിന്നീട് അത് ഷുഗറും കാര്യങ്ങളായിട്ട് വരുന്നത്. അതിൻ്റെ കുറച്ച് സയൻറ്റിഫിക് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ബിക്കോസ് ഐ എം സൈക്കോളജിസ്റ്റ്. അതാണ് കേട്ടോ റീസൺ. അതുകൊണ്ടാണ് അതിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റാതാവുന്നത്. എങ്കിലും ഇതിൻ്റെ നമ്മൾക്ക് എന്തുകൊണ്ട് ഷുഗർ വരുന്നു, അല്ലെങ്കിൽ എന്താ ഷുഗർ വന്നാൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ അറിയാം അല്ലേ. പക്ഷേ നമ്മളുടെ ഉദ്ദേശം എന്താ, എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ യൂട്യൂബ് ചാനലിലെ വീഡിയോ നോക്കുമ്പോൾ പലരും പറയുന്നത് ഷുഗർ പാടെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പാടെ നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റോങ്. അതായത് ഒരിക്കലും അത് പ്രാക്ടിക്കലായ കാര്യമല്ല. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ്റെ ആ പാൻക്രിയാസിൻ്റെ പ്രോബ്ലംസാണ്, പിന്നെ അതിൻ്റെ സെക്രീഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണല്ലോ ഈ ഇൻസുലിൻ ഷുഗറിൻ്റെ ലെവലൊക്കെ കൂടുന്നതും കുറയുന്നതല്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയാണ് പ്രഷർ. അപ്പോൾ നമ്മൾ ഉപ്പ് കൺട്രോൾ ചെയ്താലും വല്ലപ്പോഴും ഒന്ന് ഉപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പ്രഷർ വീണ്ടും കൂടും. കൊളസ്ട്രോൾ ആണെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് സ്ട്രോക്ക് മീൻസ് ബ്ലോക്ക്, നമ്മുടെ ഹാർട്ടിൽ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സോ ഇതിന് നമുക്ക് പാടെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു 1, 2, 3 ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുത്താലും എഗെയിൻ നമ്മൾ ഡോക്ടർ പറയുന്ന ഒരു അഡ്വൈസ് എന്താ, ഇതുപോലുള്ള ഫാറ്റ് അടങ്ങിയ ഫുഡുകളോ ഒന്നും കഴിക്കരുത്. കുറച്ചും കൂടി ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം, ഫുഡിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, ഇത്തരം സംഭവങ്ങൾ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ എക്സസൈസും കാര്യങ്ങളും വെള്ളം നന്നായി കുടിക്കുക, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവിടെ മാറി എന്ന് പറയുന്നില്ല അല്ലേ. അപ്പോൾ പാടെ മാറുന്നതല്ല ഈ 3 രോഗവും. വരാൻ എളുപ്പമാണ്, പോവത്തില്ല. അതാണ് ഈ ഒരു 3 രോഗത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സോ ഇപ്പോൾ വീഡിയോ ഞാൻ ഇത് പറയാനുള്ള റീസൺ യൂട്യൂബിൽ അങ്ങനെ കണ്ടതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത് മാറത്തില്ല, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മെഡിസിൻസ് കഴിക്കുന്ന ഷുഗർ പേഷ്യൻസും മെഡിസിൻസ് അല്ലാതെ എക്സസൈസിലൂടെയും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും ഇതുപോലുള്ള പൊടിക്കൈ ചെയ്തിട്ടും എല്ലാം മുന്നോട്ട് പോകുന്ന ആളുകളും ഉണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ സോ ഇവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഈ വിതൗട്ട് മെഡിസിൻസിലൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഫുഡെല്ലാം നിയന്ത്രിച്ച് എക്സസൈസ് എല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കും അവർ. പക്ഷേ ഇവരെങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ മടി പിടിച്ച് മരുന്ന് കഴിച്ച് ഷുഗർ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള രീതിയിൽ പോകുമ്പോൾ അവരെപ്പോഴും ഒരു ടയേർഡായിരിക്കും എപ്പോഴും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് എൻ്റെ അച്ഛനും അമ്മയും, വേറെ ഒന്നും നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ സോ ഈ കഷായക്കൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് പറഞ്ഞാൽ 1 ടീസ്പൂൺ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, ദെൻ 1 തുണ്ട് പച്ചമഞ്ഞൾ, നെല്ലിക്ക, 1 നെല്ലിക്ക കേട്ടോ, 1 ലിറ്റർ വെള്ളത്തിന് 1 നെല്ലിക്ക, കറുവേപ്പില. പിന്നെ അടുത്തത് വേണ്ടത് മെയിനായിട്ട് ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മാക്സിമം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻപുറത്തുള്ളവരുടെ കാര്യമല്ല പറഞ്ഞ്, മേ ബി പുറത്തെവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ്. അതെന്താണെന്ന് വെച്ച് പറഞ്ഞാൽ മാവിൻ്റെ തളിരില. അത് നിർബന്ധമാട്ടോ. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ആ മാവിൻ്റെ തളിരിലയും കൂടി ഇടുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ പക്കാ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ. പിന്നൊന്ന് പട്ട, നമ്മുടെ മസാലക്കൂട്ടിലുണ്ടാകുന്ന ആ നീളത്തിലുള്ള സംഭവമില്ലേ പട്ട എന്നാണ് പറയുന്നത് തോന്നുന്നു. അതായത് ഒരു മരത്തിൻ്റെ തൊലി പോലെ സംഭവം ഉണ്ടാവും, അത് പട്ട തന്നെ, യെസ് പട്ട. അതും ഇടുക. ഇട്ടിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഇതെല്ലാം ആക്കി നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് നന്നായി തിളപ്പിച്ച് അടച്ച് വെക്കണം കേട്ടോ. നമ്മൾ തിളപ്പിക്കുമ്പോൾ അടച്ച് വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റീം പുറത്ത് പോകണ്ട. അടച്ച് വെച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുക. കൂടുതൽ കുടിക്കരുത് കേട്ടോ. ഇത് കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് പക്ക റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഒത്തിരി കുടിച്ചിട്ട് അങ്ങോട്ട് ഷുഗർ അങ്ങോട്ട് നോർമലാക്കാന്നുള്ള ദുരുദ്ദേശമൊന്നും വേണ്ട. കാരണം പതിയെ നമ്മളെല്ലാം ചെയ്താൽ മാത്രമേ അത് സക്സസ് ആവത്തുള്ളൂ. കാരണം റിസൾട്ട് വരുമില്ല എന്നല്ല, പക്ഷേ ചിലപ്പോൾ അത് അങ്ങനെ കുടിക്കരുത്, പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്യുക. ദെൻ കാലത്ത് വെറും വയറ്റിൽ 1 ഗ്ലാസ് ഒരു കഷായക്കൂട്ട് കുടിക്കുക. അത് ഇളം ചൂടോട് കൂടി കുടിക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം ഇത് ചൂടാക്കി കുടിക്കണം എന്നില്ല, പക്ഷേ രാവിലെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക. പിന്നെ അതിന്
ശേഷം നമ്മൾ കാലത്ത് ഭക്ഷണം കഴിക്കില്ലേ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അതിന് കൂടുതൽ നമ്മുടെ പാൻക്രിയാസ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് ഉണ്ടാവാത്തതുകൊണ്ടും അല്ലെങ്കിൽ സെക്രീഷൻ, ഇൻസുലിൻ്റെ സെക്രീഷൻ കുറവുകൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ സോ ഇതിനൊരു സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കഷായം. അപ്പോൾ സോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഈ വെള്ളം കേട്ടോ കഷായം. അതേപോലെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നേരവും കഴിക്കുക, വൈകുന്നേരവും നമ്മൾ കഴിക്കുക, പിന്നെ നൈറ്റ് കിടക്കാൻ പോകുമ്പോഴും നോക്കുക. അപ്പോൾ ഇതിൽ ഇങ്ങനെ കഴിക്കുക. പിന്നെ ഇടയിൽ വേണമെങ്കിൽ കുറച്ച് 1-2 ഗ്ലാസ് എപ്പോഴെങ്കിലും കുടിക്കണം തോന്നുമ്പോൾ കുടിക്കുക. അല്ലാതെ ഇന്ന സമയത്തേ കുടിക്കാവുന്നൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഓണം ആവുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ അവിടെ നിർബന്ധമായിട്ടുള്ള സംഭവമാണ് പായസം. അതേപോലെ മുസ്ലിംസിൽ നോമ്പോ അങ്ങനെ സംഭവങ്ങളാണെങ്കിൽ അവിടെ നോൺ വെജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഈ ഒരു കഷായം നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒത്തിരി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കഷായക്കൂട്ട് ഒരു 2 ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ട് നമ്മൾ അത്യാവശ്യത്തിന് വല്ലപ്പോഴും അല്ലേ, വർഷത്തിലൊരിക്കലല്ലേ അല്ലേ, അപ്പോൾ ഒരു കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ വർഷത്തിലൊരിക്കൽ വരുന്ന ഓണത്തിന് നമുക്ക് പായസം എല്ലാം കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ കഷായം 1-2 ഗ്ലാസ് ഈ കഷായക്കൂട്ട് കഴിച്ചിട്ട് മധുരമുള്ള പായസം കഴിച്ചതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഓക്കെ കഷായക്കൂട്ട് കഴിച്ചാൽ ഒരു 2-3 ഗ്ലാസ് പായസം കുടിക്കാം എന്നുള്ള ദുരുദ്ദേശം വേണ്ട. നമ്മൾ ആഗ്രഹത്തിന്. അപ്പോൾ പലവരും ഷുഗർ പേഷ്യൻസ് ഈ ഒരു ഷുഗർ കാരണം പല ആഘോഷങ്ങളിലും ഒന്നും കഴിക്കാൻ പറ്റാതെ നിരാശയിലിരിക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനാണിത്. കാരണം വെച്ച് പറഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം ഓണത്തിനില്ലെങ്കിലോ അല്ലേ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സന്തോഷ നിമിഷങ്ങളൊന്നും ഒഴിവാക്കണ്ട. ജസ്റ്റ് അതിന് തൊട്ട് മുമ്പ് ഈ ഒരു കഷായം കഴിച്ചാൽ മതി. റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കേട്ടോ, സക്സസ്സായ ഒരു റിസൾട്ടാണ്. ഞാൻ എൻ്റെ അമ്മയെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഞാൻ പറയുന്നതിലും കുറച്ചും കൂടി നിങ്ങൾക്ക് സിൻസിയറായി തോന്നുക അല്ലെങ്കിൽ ജെന്യൂനായി തോന്നുന്നത് എങ്ങനെയാണ്, അതായത് അത് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തി പറയുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സോ കഷായം എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. പ്ലസ് അമ്മ സംസാരിക്കുന്നതും കാണാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ അമ്മ കേട്ടോ. അമ്മയ്ക്ക് ഷുഗർ കൂടിയതും അതെങ്ങനെ വ്യത്യാസം വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ പറഞ്ഞു തരും. അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അത് കാരണം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എങ്കിലും അതൊക്കെ ക്ഷമിക്കുക. നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എങ്ങനെ മാറ്റാമെന്നാണ്. അപ്പോൾ അത് അമ്മ പറയുന്നതും നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം അപ്പോൾ പറഞ്ഞു തരുന്നതാണ്. ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് പെട്ടെന്നൊരു എനിക്ക് ഷുഗർ കൂടി 351 പിന്നെ എനിക്ക് മോളൊരു കഷായം ഉണ്ടാക്കി തന്നു, അത് കുടിച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഗ്ലൂക്കോമീറ്റർ നോക്കിയപ്പോൾ 351 പോയി 251 100 പെട്ടെന്ന് കുറഞ്ഞു. പിന്നെ 2 ദിവസവും കൂടെ ആ കഷായം തന്നെ കഴിച്ചപ്പോൾ 138 മാറി. ഇപ്പോൾ കുഴപ്പമില്ല, ആ കഷായം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇനി അതന്നെ തുടർന്ന് പോവാം. നിങ്ങളും അതുപോലെ ഈ മരുന്ന് കഴിക്കുക, കഷായം കഴിക്കുക. അമ്മയ്ക്ക് അലോപ്പതി മരുന്ന് ഇഷ്ടമല്ല എനിക്ക്, അതുകൊണ്ട് എനിക്ക് കഷായം കഴിച്ചതിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങളും കഴിക്കുക. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഈ കഷായം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് ഇതെന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കറുവേപ്പില. ഇത് 1 ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ ഒരു 4 തണ്ട്, അതായത് ആ ചില്ല പോലെ കാണുന്നില്ല, എന്തായാലും പറയാമെന്ന് എനിക്കറിയത്തില്ല, അതൊരു 4 തണ്ട്. മഞ്ഞൾ, ഒരു തുണ്ട് മഞ്ഞൾ കഷ്ണം, കുരുമുളക്, വെളുത്തുള്ളി, ഉലുവ, പട്ട, ഗ്രാമ്പുല പട്ട, ഒരു നെല്ലിക്ക. ഇതാണ് നമ്മുടെ മെയിൻ കഥാപാത്രം. അതായത് മാവിൻ്റെ ഇലയാട്ടോ, അതായത് തളിരില വേണം. എനിക്കത് കിട്ടിയില്ല, ഞാൻ നോക്കിയിരുന്നു. പിന്നെ ഒത്തിരി മുകളിൽ അതൊന്നും കയറി പറിക്കാനുള്ള സിറ്റുവേഷനിലല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യത്തിന് മൂത്തതുപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതായത് തളിരിലയാണ് വേണ്ടത്. അതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മാവില. അതായത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം ഇതൊക്കെയാണ്. അതായത് 8 എണ്ണം ഉണ്ട് കേട്ടോ. അതായത് കറുവേപ്പില, മഞ്ഞൾ, കുരുമുളക്, വെളുത്തുള്ളി, പട്ട, ഉലുവ, നെല്ലിക്ക, മാവിൻ്റെ ഇല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് ഉലുവ ഡയറക്റ്റ് ഇടുക.
നെല്ലിക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടണം. ദെൻ വെളുത്തുള്ളിയും ചതച്ചിട്ടിടണം. കുരുമുളക് ചതച്ചിക്കണം. മഞ്ഞൾ കഷ്ണം ചതയ്ക്കണം. പട്ട ഗ്രാമ്പ് പട്ട ഇത് തനിയെ ഇട്ടാൽ മതി കേട്ടോ. ഇത് തനിച്ചിടുക. പിന്നെ മാവിൻ്റെ എല്ലാം ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ്. ദെൻ കറുവേപ്പില ഡയറക്റ്റ് ഇടുക. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഈ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇതിട്ടിട്ട് നന്നായി വെട്ടി തിളപ്പിക്കുക. അതായത് മാക്സിമം ഇതിൻ്റെ എല്ലാ എസൻസും അതിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് ആ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അത് ഇളം ചൂടോടുകൂടി കുടിക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് കാലത്താക്കി വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഒരു ഇളം ചൂടോടുകൂടി 1 ഗ്ലാസ് കുടിക്കുക. അതായത് 1 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ 8 ഗ്ലാസ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ കുടിച്ച് തീർക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കുടിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ ഗ്യാസിലെല്ലാം വെച്ച് വെട്ടി തിളപ്പിച്ച് അതിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യൂ. കഷായം ഇത് കുറച്ച് ഡിം കളർ, കുറച്ചും കൂടി കഷായം ഒന്ന് വെട്ടി തിളപ്പിക്കണം തോന്നുന്നു. ഞാൻ അപ്പോഴേക്കും വേഗം വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി വേഗം ഓഫാക്കി. അപ്പോൾ അമ്മ പറഞ്ഞാണ് ഇത് പഴയതിനേക്കാൾ ഒത്തിരി ഡിമ്മാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കഷായം. അപ്പോൾ എനിക്ക് കുടിക്കാൻ പറ്റില്ല, കാരണം എനിക്കിപ്പോൾ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ നിലവിലില്ല. അപ്പോൾ ഇത് അമ്മയെ കൊണ്ട് കുടിപ്പിക്കുക, കാരണം നമ്മളെല്ലാം ലൈവായിട്ട് കാണണമല്ലോ. അപ്പോൾ ഇതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ കുടിക്കണേ. ചൂടുണ്ടോ? ലേറ്റാ? നിങ്ങളും ഇതുപോലെ കഷായം വെച്ച് കഴിക്കുക. നല്ല മാറ്റമുണ്ട്. നിങ്ങളും കഴിക്കുക. ഓക്കെ, ഇതാ അമ്മ കുടിച്ചു കേട്ടോ. വിത്ത് പ്രൂഫ് കുടിച്ചു നോക്കൂ. വിത്തിൻ 1 വീക്ക് കൊണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാം. കാരണം ഞാൻ പ്രൂഫ് സഹിതം മാത്രമേ എന്തും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് കുടിച്ചു നോക്കുക. ഡെഫിനറ്റ്ലി ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കിട്ടിയ റിസൾട്ട്, പോസിറ്റീവ്സ് ആയിട്ടുള്ള ആ റിസൾട്ട് കമൻറ്റ് ബോക്സിലിടുക. ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അല്ലേ. അതായത് നോക്കട്ടെ, ഗ്ലൂക്കോമീറ്ററിൽ നമ്മൾ സാധാരണയായിട്ട് ലാസ്റ്റ് റീഡിങ് കാണിക്കുന്ന പറയുന്നത്. നോക്കട്ടെ, അമ്മ ലാസ്റ്റ് ചെയ്തത്. അയ്യോ, 1 സെക്കൻഡ് കേട്ടോ. ഇത് കണ്ടോ, കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് അമ്മ ലാസ്റ്റ് ചെയ്തു. ഇതാണ് അമ്മ ലാസ്റ്റ് റീഡ് ചെയ്തത് കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ 251 അങ്ങനെ തോന്നുന്നു ഞാൻ പറഞ്ഞു, എനിക്ക് മറന്നു. അതെ, 251 കേട്ടോ. ഇതാട്ടോ അമ്മ ലാസ്റ്റ് നോക്കിയത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇത് ഫസ്റ്റ് ഞാൻ 351 സംതിങ്, എന്നിട്ടാണ് 100 കുറഞ്ഞ്. ദെൻ 200 ഇപ്പോൾ കണ്ട ഗ്ലൂക്കോമീറ്ററിലെ റിസൾട്ട്. അതിന് ശേഷം ഫുൾ കൺട്രോൾ ചെയ്ത് ഈ കഷായക്കൂട്ടെല്ലാം കഴിച്ച്, ഞാൻ പറഞ്ഞില്ല ആളൊത്തിരി റൈസൊക്കെ കുറച്ചധികം കഴിക്കുന്ന ഒരാളാണ്. അധികം പറഞ്ഞാൽ ഒത്തിരിയല്ല, അത്യാവശ്യത്തിന് കൂടുതൽ കഴിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിലൊന്ന് കൺട്രോൾ ചെയ്തു. അത് മാത്രമേ കൺട്രോൾ ചെയ്തിട്ടുള്ളൂ. ദെൻ ഈ കഷായം കഴിച്ചു. അതിനുശേഷം ലാബിൽ കിട്ടിയ റിപ്പോർട്ടാണ് അത്. സെക്കൻഡ് ഡേയ്സ്, അതായത് ഈ 251 കിട്ടിയ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സെക്കൻഡ് ഡേയ്സ് പോയിട്ട് മേ ബി ഒരു ഡൗട്ട് അടിച്ചു. കാരണം ഗ്ലൂക്കോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും എന്ന് ഡൗട്ട് അടിച്ചിട്ടു. കാരണം ഇല്ല, എൻ്റെ ഒരു ഡൗട്ടായിരുന്നു. അച്ഛൻ്റെ നോക്കിയപ്പോൾ ഓക്കെയാണ് ഉണ്ടാവും. എങ്കിലും നമുക്കൊന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്തൊന്ന് കൺഫേം ചെയ്യാമെന്ന് വേണ്ടി പോയപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ അമ്മയുടെ റിസൾട്ടാണ്. നോക്കിയേ, കണ്ടോ. അതായത് 230 എന്തൊക്കെ കാണുന്നു, 126 ദെൻ 138. ഇതാണ് കേട്ടോ ലാസ്റ്റ് കിട്ടിയ റിപ്പോർട്ട്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും, അതായത് നമ്മൾ എല്ലാം പ്രൂഫാട്ടോ ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് കേട്ടോ. കാരണം വെച്ച് പറഞ്ഞാൽ നമ്മൾക്ക് ചുറ്റും
ഒരു 100 പേരെടുക്കുകയാണെങ്കിൽ അതിൽ 99 പേർക്കും ഇന്ന് ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവും. പലവരും വിഷമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ വേസ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. കാലുകൾ വിരലുകൾ മുറിച്ചൊന്നും ചിലവർ എൻ്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഒരു ചേട്ടൻ്റെ ഈ കാലിൻ്റെ വിരൽ ആ പാദം മൊത്തം പോയിട്ടുള്ളൊരവസ്ഥ. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു മോശമായ ഒരു രീതിയിൽ നമ്മുടെ ബോഡി മാറുക അല്ലേ. നമ്മളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു പാട്ടില്ലാതുള്ളൊരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജന്മനാ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ വിധിയെന്ന് വയ്ക്കാം. പക്ഷേ നമ്മുടെ ഒരു അശ്രദ്ധ, നമ്മുടെ ഒരു കെയർലെസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മടി കൊണ്ട് നമുക്ക് വരുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് പറഞ്ഞാൽ അങ്ങനെ ഗംഭീര മുൻപ് കാണിച്ച പോലെ സുംബ ഡാൻസ് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. പക്ഷേ അല്ലെങ്കിലും കയ്യും കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ക്ലോസ് ചെയ്യുക. പിന്നെ കാല് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ദെൻ ജസ്റ്റ് ഡെയിലി ഒരു 20 മിനിറ്റോ ഒരു 30 മിനിറ്റോ നടക്കുക. അതൊക്കെ ചെയ്താൽ മതി. ഷുഗർ പേഷ്യൻസിന് അത് കൂടുതലും ക്ഷീണമൊക്കെ വരും. എങ്കിലും മാക്സിമം ശ്രമിക്കുക. പക്ഷേ പറമ്പിൽ കിളയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോ. പക്ഷേ മടിയുള്ളവരുടെ കാര്യമുണ്ടോ പറയും, ചുമ്മാ ഇരിക്കരുത്. ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മുടെ ബോഡി ഒന്ന് ബോഡിക്കൊരു വ്യായാമം കൊടുക്കുക. അതിൻ്റെ കൂടെ ഈ കഷായം കഴിക്കും. ഇപ്പോൾ മേ ബി അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കഷായം പറഞ്ഞെന്ന് വെച്ചിട്ട് നാളെ മുതൽ അലോപ്പതി മരുന്ന് നിർത്തണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അലോപ്പതി കഴിച്ചൊരു വ്യക്തിക്ക് അതിന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ല, അലോപ്പതി കഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് നമുക്ക് പിന്തിരിഞ്ഞ് വരിക എന്ന് പറഞ്ഞത് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം ചിലവരുണ്ട് 40 ml വരെ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ഇത്രയും ml ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ പോകുന്നു എന്നുള്ളതൊന്ന്. പിന്നെ അതെപ്പോഴും ഒരു പെയിന് അല്ലേ, ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന കാര്യങ്ങൾ. അപ്പോൾ ഈ 40 ml ഒക്കെ അടിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ കഷായക്കൂട്ട് കഴിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരാഴ്ച കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഈ 40 പോയിട്ട് 35, 30, 25 അങ്ങനെ കുറച്ച് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണമുണ്ടോ, ഒന്ന് നമുക്ക് പെയിനൊന്ന് കുറയ്ക്കാം. കാരണം കാലത്തും വൈകുന്നേരവും അടിക്കുന്ന ഇഞ്ചക്ഷൻ ഏതെങ്കിലും ഒരു സമയത്താക്കാൻ പറ്റും ഒരു ഗുണം. പിന്നെ ആ 2 നേരവും ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള വേദനയ്ക്കൊന്ന് ആശ്വാസം കിട്ടും. പിന്നെ അതുമാത്രമല്ല പൈസയ്ക്കില്ലാവും. കാരണം ഇൻസുലിനെല്ലാം എന്തായാലും വില. അപ്പോൾ ഡെയിലി ചിലവർക്കൊക്കെ ആഴ്ചയിലൊക്കെ ഒരു ഇൻസുലിനോ 2 ഇൻസുലിനോ ഉപയോഗിക്കുന്ന ആളുകൾ വരെ ഉണ്ട്, എനിക്കറിയാവുന്ന കേസുകളുണ്ട്. അതുകൊണ്ടാണ് അവർക്കെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മയിലൂടെ കണ്ടൊരു റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. മേ ബി തുടക്കക്കാർക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ടെന്ന് ആരെങ്കിലും ഡോക്ടേഴ്സ് ആർക്കെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിത് പതിയെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് പതിയെ ഷുഗറിനെയും പ്രഷറിനെയും എല്ലാം ഒന്ന് അകറ്റി നിർത്താൻ പറ്റും, വരാതെ നോക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. കഷായക്കൂട്ട് ഇന്ന് മുതൽ തന്നെ കുടിച്ചു തുടങ്ങുക. ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അതിൻ്റെ സക്സസ് ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു പറയാം. എന്നേക്കുമായിട്ടെല്ലാം വരും കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് ഞാൻ വരും. അതുവരത്തേക്ക് ബൈ.